ഫ്രണ്ട്സ്, നമുക്കേ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള മത്തങ്ങയും പരിപ്പും കൂടി ഒരു തേങ്ങ അരച്ചിട്ട് കറി വെക്കണം. കൊച്ചുങ്ങൾക്കൊക്കെ ചോറ് കൊടുക്കാൻ നല്ല അടിപൊളി കറിയാണ്. ഇതുണ്ട്, ഈ പരിപ്പാണ്ട ഞാൻ എടുക്കണത്, ഈ ചുവന്ന പരിപ്പ്. എന്നിട്ട് ഈ പരിപ്പിനകത്ത് പച്ചമുളക്, സവാള, വെളുത്തുള്ളി എല്ലാം ഇട്ട് വേവിക്കണം. മത്തങ്ങയും ഇട്ട് വേവിക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ രണ്ടിനധികം വേവില്ലാത്തതാണ്. ഇട്ട് കുറച്ചും കൂടി സവാള, പച്ചമുളക്, ഇച്ചിരി വെളുത്തുള്ളി എല്ലാം ഇട്ട് ഉപ്പിട്ടിട്ട് വേവിക്കണം. പിന്നെ ഇതിന് നേരൊരു മതിരിപ്പുള്ളതുകൊണ്ട് ഇത് വെന്ത് കഴിയുമ്പോൾ ഒരു തക്കാളി ഇതിലിട്ട് വേവിക്കാം. അപ്പോൾ ആ മതിരിപ്പൊന്ന് ശരിയാവും. അപ്പോൾ ഞാനൊരു തക്കാളി ഇതിനകത്ത് ഇടും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. തക്കാളിയും കൂടി ഇട്ട് വേവിക്കണം കേട്ടോ. അരക്കാനുള്ളതിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി എല്ലാം പച്ചമുളകും വേവിക്കണതിൽ ഇട്ടേക്കണമുണ്ട്. മത്തങ്ങ വേവിക്കണതിൽ ഇട്ടതുകൊണ്ട് ഇതിൽ അധികം എടുക്കണ്ട. ഒരു 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. കുറച്ച് നല്ല ജീരകം അരച്ചെടുക്കണം. പരിപ്പും കൂടി വേവിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ തേങ്ങ അരച്ചത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണം കേട്ടോ. തേങ്ങ, പച്ചമുളകും, വെളുത്തുള്ളി, ജീരകം ഒക്കെ ഇട്ട് അരച്ചതാണത്. നല്ലോണം ഒന്ന് തിളക്കട്ടെ. അരപ്പ് തിളച്ചതിന് ശേഷം നമുക്ക് ഉള്ളിയും വറ്റൽമുളകും എല്ലാം കൂടി കടുക് വറുത്ത് ഇടണം. താങ്ക് യു.